തങ്കം തങ്കം എന്താ അവളെന്തിനാ കരയുന്നത്? ആര്? ജമന്തി കരയുന്നത് കാര്യം എന്താ? ആവോ അവളോട് പോയി ചോദിക്കണം, ഞാൻ എങ്ങനെ അറിയാന്? എടി അവളെ നല്ല മനസ്സുകൊണ്ടല്ലേ പറഞ്ഞത്, എന്നോട് ചോദിക്കാതെ നിന്നെ സിനിമയ്ക്ക് വിളിച്ചത്. അപ്പൊ അതല്ലേ മനസ്സിലാക്കണ്ടേ നമ്മള്? ശരി, അവളുടെ നല്ല മനസ്സ് എന്റെ മോശം, ഞാൻ സമ്മതിച്ചു. നീ എന്താ ഒരു അർത്ഥം സംസാരിക്കുന്നത്? ഇത് മോശമാണേ, ഞാൻ പറഞ്ഞില്ല കേട്ടാ. ഞാനിപ്പോ എന്ത് പറഞ്ഞെന്നാ കനക നിങ്ങൾ ഈ പറയണേ? നിങ്ങൾ സിനിമയ്ക്ക് പോകാൻ റെഡിയായി നിൽക്കാൻ പറഞ്ഞു, ഞാൻ റെഡിയായി നിന്നു. വരണ്ടാന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങ് പോകുന്നു. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതിന്. എടി ഒരു തരത്തിലും കൊണ്ടുപോകാൻ പറ്റാത്തോണ്ടല്ലേ അങ്ങനെ വന്നത്. അതിനിപ്പോ എന്താന്ന് പ്രശ്നം? എന്താ അപ്പൊ എന്തിനാ കരയുന്നത്? അത് അവളോട് ചോദിക്കണം. നിനക്ക് അവളുടെ കണ്ണീര് മാത്രമല്ലേ കാണാൻ പറ്റുന്നുള്ളൂ, ഇവിടെ വേറെ ആർക്കും സങ്കടമൊന്നും ഇല്ലല്ലോ. ഏട്ടൻ ഇങ്ങോട്ട് പോര്, നാത്തു നമ്മൾ അത്രേ മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ. നിന്റെ ഭാര്യ കരഞ്ഞെങ്കിൽ നീ കുറച്ച് പാല് വാങ്ങിച്ചൊരു കുപ്പിയിലാക്കി അവക്ക് കൊടു. അവള് കാണിച്ചത് തെമ്മാടിത്തരല്ലേ? നിന്നോട് ചോദിച്ചില്ല, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്നേ. ഞാൻ പ്രശ്നം ഉണ്ടാക്കൂടാ. എന്റെ ഭാര്യനെ കൊച്ചിനെ വിഷമിപ്പിച്ചാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അത്ര വലിയ ദണ്ണമുള്ള ആളാണ് നീ വിളിച്ച് തിരുമ്പി കൊണ്ടുപോടെ. ഞാൻ കൊണ്ടുപോകൂടാ, ഞാൻ കൊണ്ടുപോകും. നാളെ തന്നെ കൊണ്ടുപോയി അവരെ കാണിക്കും. ഈ സിനിമയല്ല ഇനി ഇറങ്ങണം, എല്ലാ സിനിമയും കാണിക്കും. സിനിമ ഇറങ്ങിയില്ലെങ്കിൽ സിനിമ ഇറങ്ങിയില്ലെങ്കിലേ ഞാൻ ഇവിടെ ഇരുന്ന് കഥ എഴുതി, തിരക്കഥ എഴുതി, സംവിധാനം ചെയ്ത് തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട് എന്റെ ഭാര്യയും കൊച്ചിനെ കൊണ്ട് കാണിക്കും. അത് നല്ല ഐഡിയ അല്ലേ? അതാവുമ്പോ കഥ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, നിന്റെ ആത്മകഥ തന്നെ എഴുതിയാൽ മതി. അതെ, എന്റെ ആത്മകഥ എഴുതിയിട്ട് അതിനകത്ത് മെയിൻ കഥാപാത്രം നീ ആയിരിക്കും. എന്നിട്ട് ഞാൻ അതിന് പേരിടും അയൽവാസി, ഒരു ദരിദ്രവാസി. അടിപൊളി, കാരണം അയൽവക്കത്ത് നീയാണല്ലോ താമസിക്കുന്നത്. കഥാപാത്രം നീ ആയിരിക്കും, മെയിൻ കഥാപാത്രം. ഏട്ടൻ ഇങ്ങോട്ട് പോരേട്ടാ. നിങ്ങൾ പോയ കൈരളി തിയേറ്ററിൽ പോയി നാളെ ഞാനും എന്റെ ഭാര്യയും എന്റെ കുട്ടിയും കൂടെ ആ സിനിമ കണ്ടിരിക്കും. നീ നോക്കിക്കോ. ഫോൺ തന്നോടി. എടാ കിട്ടൂല ടിക്കറ്റ്, ഭയങ്കര തിരക്കാ. ആണോ? ഞങ്ങൾ ആ ഓൺലൈനിൽ എന്തോരം ശ്രമിച്ചിട്ടാ കിട്ടിയെന്ന് അറിയാമോ? ഇത് ക്ലീറ്റസ് ആണ്. ഇത് സിനിമ കളിക്കുന്നത് സർക്കാർ തിയേറ്ററിലാണ്. ക്ലീറ്റസിന്റെ പിടിപാട് എന്താണെന്നുള്ളത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ വിളിച്ചു നോക്കി, ഇപ്പൊ കിട്ടും. ഞാൻ ഞുണക്ക് സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെയാണ് രാഷ്ട്രീയക്കാരെന്നാണ് അവന്റെ വിചാരം. കിട്ടിയാ മതി. രാജു നമസ്കാരം. പിന്നെ നാളെ കൈരളി തിയേറ്ററിൽ മോർണിംഗ് ഷോയ്ക്ക് 3 ടിക്കറ്റ്. വേറെ ആരെങ്കിലും വിളിക്കണോ? കൂട്ടണോ വേറെ ആരെങ്കിലും? 3 ടിക്കറ്റ്. ബാൽക്കണി തന്നെ വേണം. ബാൽക്കണി ഇവിടെ ഒന്ന് കൊടുത്തു വിടണം. ആയിക്കോട്ടെ, സന്തോഷം. ഓക്കെ താങ്ക് യു. അതെ, നാളെ കൈരളി തിയേറ്ററിൽ പോയി നമ്മൾ മോർണിംഗ് ഷോ കാണുന്നു. അത് കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ പോയി നമ്മൾ ഫുഡും കഴിക്കുന്നു. പ്രശ്നം തീർന്നില്ല, പ്രശ്നം തുടങ്ങാൻ പോണേ ഉള്ളു. നീ നോക്കിക്കോ. പടി. മക്കളെ അത് പെട്ടെന്ന് വാങ്ങിച്ചോട്ട്. കാറിപ്പ വരും. കാറ് ഇപ്പൊ വരും. കാറ് പെട്ടെന്ന് വാ. ഇതൊന്നും അടക്കട്ടെ, നമ്മള് പിടിച്ച വണ്ടിയല്ലേ, അപ്പൊ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാൻ പറയണം. ആണ്, എന്നാലും കാറല്ലേ തങ്കം, കാർ. അതെ കാർ വന്നടി. അങ്ങോട്ട് ഒതുക്കിട്ടെ. കാറിലാ പോണ സിനിമയ്ക്ക്. നീ ക്ലീറ്റയെ പറ്റി എന്ത് വിചാരിച്ചടേ? എടാ, ഞാൻ മനസ്സ് വെച്ചാൽ ഇവിടെ വിമാനം വരെ ഇറക്കും. അയ്യോ വേണ്ടല്ലേ, ഇതൊരു പഴയ വീടാ. ഇതില് ഫ്ലൈറ്റ് ഒക്കെ വന്നിറങ്ങിയത് പൊടിഞ്ഞു പോകും ചിലപ്പോ. ആർക്കെങ്കിലും വരണമെങ്കിലൊക്കെ വരാം കേട്ടോ. ഇതിപ്പോ വല്ലവന്റെ ചെലവിലല്ല, ഞങ്ങളുടെ ചെലവിലാ പോണേ. ഞാനൊരു പാവം സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. ഞാനിപ്പോ ആരെങ്കിലും ചെലവിലൊക്കെ ജീവിച്ചു പോട്ട്. നമ്മൾ നിങ്ങളെ പോലെ പ്രമുഖരൊന്നും അല്ലല്ലോ. ഫുഡ് പുറത്തുനിന്നാണോ നാത്തൂനെ കഴിക്കുന്നത്? പുറത്തുനിന്നാ കഴിക്കണത്, ദുബായ് ഹോട്ടലിൽ നിന്ന്. മസ്കറ്റ് ഹോട്ടലിൽ നിന്ന്. മസ്കറ്റ് ഹോട്ടലിൽ നിന്ന്. ഞങ്ങൾ രാഷ്ട്രീയ പ്രമുഖരൊക്കെ അവിടെ നിന്നാ കഴിക്കാറ്. പാളയത്തല്ലേ? എവിടെ എന്ത് മസ്കറ്റ് ഹോട്ടൽ മസ്കറ്റ് തന്നെയാണല്ലോ. ക്ലീറ്റ് വർത്താനം പറഞ്ഞ ടിക്കറ്റിന്റെ കാര്യം വിളിച്ച് ചോദിക്കുക. നോക്കിയോ എവന്റെ ഇടപാടാ. കിട്ടിയിട്ട് ഇറങ്ങിയാ മതി. ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ വിളിച്ച് സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് ക്ലീറ്റോ ഈ ടിക്കറ്റ് എടുത്തേക്കണത് കേട്ടോ. മുഖ്യമന്ത്രി വിളിച്ചായിരുന്നു. രാജു, ടിക്കറ്റ് കിട്ടിയില്ല? അതെയോ? അയ്യോ, ഞാൻ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ മെസ്സേജും വാട്സപ്പ് ഒന്നും നോക്കിയില്ല. അപ്പം അതിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ? ഓക്കെ രാജു, ഞാൻ നോക്കട്ടെ, വാട്സപ്പ് നോക്കട്ടെ.
എടി നമ്മൾ ഈ പ്രമുഖന്മാരായുള്ള കുഴപ്പം ഇതാ. ഇനിയിപ്പോൾ ടിക്കറ്റ് കൊണ്ട് ഇവിടെ വേണ്ട അങ്ങോട്ട് നടക്കണ്ട, ഫോണിലെല്ലാം അയച്ചു തന്നിട്ടുള്ളത്. അതിനിപ്പോ പ്രമുഖനാവണമെന്നില്ലല്ലേ, ആര് ടിക്കറ്റ് എടുത്താലും അങ്ങനെ തന്നെ. ഓ എന്നാ പിന്നെ നിങ്ങൾ എടുക്കാത്തത്. ഭയങ്കര തിരക്കല്ലേ. വാ വാ കയറിക്കോ കയറിക്കോ, വണ്ടി കയറിക്കോ. അളിയാ വണ്ടി എടുക്ക്. ടാറ്റ മക്കളെ. അയ്യോ വണ്ടി 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 പറഞ്ഞോട്. അത് വണ്ടി പറഞ്ഞോണ്ട് നമുക്ക് ആശുപത്രിയിൽ പോവാം. ഇല്ല ഇന്ന് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ഡ്രൈവറെ വണ്ടി പോട്ട്, വണ്ടി പോട്ട്. അയ്യോ ഡ്രൈവറെ വണ്ടി വിട്ട് പോ. ക്ലീറ്റോ, ഇച്ചിരി കഴിയുമ്പോ മാറിക്കോളും. അപ്പൊ ഇന്ന് സിനിമയ്ക്ക് പോണ്ടേ? അയ്യോ വണ്ടി പോയി വണ്ടി പോയി വണ്ടി പോയി വണ്ടി പോയി. അളിയാ വണ്ടി പോയി. കാര്യം പറ. വണ്ടി പോട്ട്. അയ്യോ എന്താണ് മനസ്സിലാവാത്ത? ക്ലീറ്റോ, അത് ഇച്ചിരി കഴിയുമ്പോ മാറും. നമുക്ക് സിനിമയ്ക്ക് പോണ്ടേ? ഇന്ന് സിനിമയ്ക്ക് പോകാൻ പറ്റൂല, നമുക്ക് നാളെ പോവാ. നാളെ പോകുന്ന അളിയാ നല്ലത്. ഈ ടിക്കറ്റ് കൊണ്ട് അവിടെ ചെല്ലുമ്പോ സിനിമ കഴിയും. ടിക്കറ്റ് ഇല്ലേ? ടിക്കറ്റ് ഉണ്ട്, കൈരളിയിൽ ടിക്കറ്റും തന്നെ. പക്ഷെ തിരുവനന്തപുരത്തല്ല, ആലപ്പുഴയല്ല. എന്തൊക്കെയായിരുന്നു. മുഖ്യമന്ത്രി അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, ടിക്കറ്റും കൊണ്ട് ഇവിടെ പറന്നു വരുന്നു, കാറ് കയറിപ്പോകുന്നു. ഒരു മണ്ടം പ്രമുഖനും അതിന് പറ്റിയ കുറെ കുഞ്ഞാടുകളും. തങ്കം തങ്കം അളിയാ ഇപ്പോഴാണെങ്കിൽ 2 മണിക്കൂർ സമയമുണ്ട്. സ്വന്തമായിട്ട് സിനിമ എഴുതി സംവിധാനം ചെയ്യാം. സിനിമയുടെ പേര് ഞാൻ പറഞ്ഞുതരാം, ക്ലീറ്റോ സൂപ്പറും തങ്കമണിയും.